ഉച്ചകൂടിന് പ്രത്യേകിച്ച് കറികളൊന്നും തന്നെ ഇല്ലാത്ത സമയത്ത് 2 മാങ്ങ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കഴിച്ചു തുടങ്ങാൻ പറ്റിയ നല്ലൊരു മാങ്ങാച്ചാർ തയ്യാറാക്കാം. ഇന്നത്തെ നമ്മുടെ അച്ചാറിന്റെ പാചകം വളരെ സിമ്പിളാണ്. ഇതിനായിട്ട് നല്ല പുളിപ്പുള്ള മാങ്ങയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. തോലിന് കയ്പുള്ള മാങ്ങയാണെങ്കിൽ തോല് ചെത്തി കളഞ്ഞതിന് ശേഷമായിരിക്കണം പൊടിപൊടിയായിട്ട് ഒന്ന് നുറുക്കിയെടുക്കേണ്ടതും. അത് നല്ല ദശക്കട്ടിയുള്ള മാങ്ങ വേണം എടുക്കാനായിട്ടും. അങ്ങനെ നമ്മുടെ മാങ്ങയുടെ തോലെല്ലാം കളഞ്ഞ് പൊടിപൊടിയായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടതും. ഇതിലേക്ക് ഒരു മാരിനേഷൻ ഉണ്ട്. അതിനായിട്ട് ആദ്യമേ 1/4 ടീസ്പൂൺ അളവില് കായപ്പൊടി ചേർക്കാം. കായപ്പൊടിയുടെ കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ഉപ്പും ചേർത്തിട്ട് നല്ലതുപോലെ ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ അളവില് മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ അളവില് പഞ്ചസാരയും കൂടെ ചേർക്കണം. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ അളവില് കാശ്മീരി മുളക് പൊടിയും 1/2 ടേബിൾ സ്പൂൺ അളവില് എരിവെള്ള മുളക് പൊടിയും കൂടി ചേർത്ത് ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. മാങ്ങയിലേക്ക് പൊടികളെല്ലാം നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതൊന്ന് മാറ്റി വെക്കാം. അതിനുശേഷം ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. പാൻ ചൂടായി വരുമ്പോഴേക്കും കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലെണ്ണയ്ക്ക് പകരമായിട്ട് വെളിച്ചെണ്ണയും ഉപയോഗിക്കാവുന്നതാണ്. നല്ലെണ്ണ ചൂടായി വരുമ്പോഴേക്കും 1/4 ടീസ്പൂൺ അളവില് കടുക് ചേർത്തൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ 1/4 ടീസ്പൂൺ അളവില് ഉലുവപ്പൊടിയും 1 ബോൾ വെളുത്തുള്ളി പൊടിയായി കട്ട് ചെയ്തതും 1 കഷ്ണം ഇഞ്ചി പൊടിയായി കട്ട് ചെയ്തതും 3-4 വറ്റൽ മുളകും 3-4 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ പൊടിയായി കട്ട് ചെയ്ത് എണ്ണയിലേക്ക് ചേർത്തൊന്ന് വഴറ്റാം. വഴറ്റുന്ന ചേരുവകളൊക്കെ മൂപ്പായി കഴിഞ്ഞാൽ 1/4 ടീസ്പൂൺ അളവിൽ കൂടെ മഞ്ഞൾപ്പൊടി ചേർക്കാം. മഞ്ഞൾപ്പൊടി മൂപ്പായി കഴിഞ്ഞാൽ പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ മുളക് പുരട്ടി വെച്ചിട്ടുള്ള മാങ്ങ കൂടി ചേർത്ത് ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നിങ്ങളെടുക്കുന്ന മാങ്ങയ്ക്ക് പുളിപ്പില്ലെങ്കിൽ ഈ ഒരു സമയത്ത് വിനാഗിരി ചേർത്ത് മിക്സ് ചെയ്തെടുക്കേണ്ടതാണ്. ഇങ്ങനെ ചെയ്തെടുക്കുവാണെങ്കിൽ കുറച്ച് സമയം കഴിയുമ്പോഴേക്കും മാങ്ങ നല്ല ലൂസായിട്ടാണ് വരിക. ഈ ഒരു മാങ്ങ അച്ചാറ് നമുക്ക് ഒരാഴ്ച കാലത്തേക്ക് സൂക്ഷിക്കാവുന്നതാണ്. ഇപ്പൊ ഉണ്ടാക്കിയാൽ ഉടൻ തന്നെ നമുക്ക് അച്ചാറ് കഴിച്ചു തുടങ്ങാം. ഈ ഒരു അച്ചാറ് മാത്രം മതിയാകും ഒരു പ്ലേറ്റ് നിറയെ ചോറുണ്ണാനായിട്ടും. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ ലൈക്കുകൾ തരാൻ മറക്കല്ലേ.